24 ബ്രേക്കിംഗ്. കനത്ത തോൽവിയിലും പാഠം പഠിക്കാതെ CPIM. പരാജയ കാരണങ്ങളുടെ വിലയിരുത്തലിൽ ഭരണപരാജയത്തെക്കുറിച്ച് പരാമർശമില്ല. ന്യൂനപക്ഷ വോട്ടുകൾ UDFന് അനുകൂലമായെന്നും വിമതർ പാർട്ടിയെ വഞ്ചിച്ചു എന്നുമാണ് പരാമർശങ്ങൾ. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഈ കാരണങ്ങൾ കൊണ്ട് മാത്രമാണോ തോറ്റത് CPIM LDF? ഉന്മേഷ്, ഡൽഹിയിൽ ഇപ്പോൾ പുരോഗമിക്കുന്ന CPIMന്റെ പോൾ ബ്യൂറോ യോഗത്തിൽ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന്റെ കാരണങ്ങൾ പ്രാഥമികമായി വിശകലനം ചെയ്യുകയാണ്. ഇന്നലെ ഉച്ചയോടെ സംസ്ഥാന സെക്രട്ടറി ഒരു റിപ്പോർട്ട് പോൾ ബ്യൂറോയ്ക്ക് മുന്നിൽ വെച്ചിരുന്നു. അതിൽ പ്രധാന കാരണം പരാജയത്തിൻ്റെതായി ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാനത്ത് UDFന് അനുകൂലമായ ഒരു ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകോപനം ഉണ്ടായി എന്നുള്ളതാണ്. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പോലും തിരിച്ചടിയുണ്ടായി എന്ന ആത്മവിമർശനവും ഈ റിപ്പോർട്ടിലുണ്ട്. ഒപ്പം തന്നെ വിമതർ മത്സരിച്ച 3 മണ്ഡലങ്ങളിലുണ്ടായ പരാജയം സംബന്ധിച്ചുള്ള പരാമർശങ്ങളും ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ വിമതർ പാർട്ടിയെ വഞ്ചിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടിലെ കുറ്റപ്പെടുത്തൽ. വിമതർ നടത്തിയത് ആസൂത്രിതമായ നീക്കമാണ് എന്നും പ്രധാനമായും 3 വിമത അമ്പലപ്പുഴയിലും പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഈ 3 മണ്ഡലങ്ങളിലും വ്യത്യസ്ത സാഹചര്യങ്ങളാണ് പാർട്ടിയുടെ പരാജയത്തിന് ഇടയാക്കിയത് എന്നുള്ള വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളത്. അതിൽ ഈ പയ്യന്നൂരിൽ പാർട്ടി വോട്ടുകളിൽ ചോർച്ചയുണ്ടായി എന്ന വിലയിരുത്തലുണ്ട്. അത് ഗൗരവതരമായ ചോർച്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അത് പരിശോധിക്കപ്പെടണം എന്നുള്ളതാണ് പാർട്ടി സംസ്ഥാന ഘടകത്തിന്റെ നിലപാട്. അതേസമയം തളിപ്പറമ്പിൽ വലിയ തോതിൽ വോട്ട് ചേർത്തു UDF എന്ന വിലയിരുത്തലാണ് ഉള്ളത്. ആ മണ്ഡലത്തിൽ പാർട്ടി വോട്ടുകളെക്കാൾ ഏറെ UDF വോട്ടുകൾ വന്നു ചേർക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ UDFന് മേൽക്കൈ ഉണ്ടായിരുന്ന മണ്ഡലമാണ്. ഇത് മനസ്സിലാക്കിയ ആസൂത്രിതമായ ഒരു നീക്കമാണ് TK ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ വിലയിരുത്തലുകൾ അടുത്ത ഘട്ടത്തിലായിരിക്കും ഉണ്ടാവുക. നാളെയും മറ്റന്നാളുമായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതി യോഗങ്ങൾക്ക് ശേഷം പിന്നീട് താഴെത്തട്ടിലുള്ള വിശകലനങ്ങൾക്ക് ശേഷം ഈ മാസം 22-ന് കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിലായിരിക്കും വിശദമായ വിലയിരുത്തൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രകടനം സംബന്ധിച്ചുള്ള വിലയിരുത്തലും സംബന്ധിച്ചുള്ള റിപ്പോർട്ടും ബംഗാൾ ഘടകം അവതരിപ്പിച്ചിട്ടുണ്ട്. അവിടെ പ്രധാനമായും SIR BJPയുടെ വിജയത്തിന് ഒരു പ്രധാന കാരണമായി എന്നുള്ള വിലയിരുത്തലാണ് ബംഗാൾ ഘടകത്തിനുള്ളത്. ഒപ്പം തന്നെ മമതയ്ക്കെതിരായ ജനവികാരം അത് മുതലെടുക്കാൻ BJPക്ക് കഴിഞ്ഞു എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്നാൽ ന്യൂനപക്ഷ വോട്ടുകൾ ഭാവിയിൽ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസവും ബംഗാൾ ഘടകം പ്രകടിപ്പിക്കുന്നുണ്ട്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.